യഥാർത്ഥത്തിൽ LDF ഒരു തിരിച്ചടി ലഭിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇനി എന്ത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിവാദ പ്രസ്താവനയുമായി MM മണി രംഗത്ത് വന്നിരിക്കുകയാണ്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. ഈ പെൻഷൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ സ്റ്റണ്ടായി, ഇലക്ഷൻ സ്റ്റണ്ടായി ആണോ ആളുകൾ കണ്ടത്? ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചുകൊണ്ട് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞതല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. എന്നിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എതിരെ വോട്ട് ചെയ്തു പിന്നല്ലാതെ. മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? നല്ല ഒന്നാം തരം പെൻഷൻ മേടിച്ചത് ഇഷ്ടം പോലെ തിന്നാണ്. എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ മോന്റെ കയ്യില് ഈ ഗതികെട്ട ഏട്ടന് തരാൻ അമ്മ കാശ് വല്ലതും തന്നെ ഏൽപ്പിച്ചോ? പെട്ടിന്നറിയേ കാശ്, റുപ്പീസ്. AKG സെന്ററിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ, ഔദാര്യം കൊടുത്തതുപോലത്തെ പ്രതികരണമാണ് ശ്രീ MM മണിയുടെ വാക്കുകൾ. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞു. ആ കൊടുത്തതിനെ വാങ്ങി ശാപ്പാടടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയൊന്നും അല്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പെൻഷൻ CPM-ന്റെ ഔദാര്യമാണോ? ഒരിക്കലുമല്ല. ഈ MM മണിയെ പോലുള്ള നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ ഔദാര്യമല്ല ക്ഷേമ പെൻഷൻ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇവർ ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തുന്നത്. അന്ന് അത് ഇലക്ഷന് വേണ്ടി ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ പോലും അതിനുവേണ്ടി ആയിരുന്നു എന്ന് അവർ തന്നെ തെളിയിക്കുന്നത് പോലെയാണ് MM മണി പറയുന്നത്. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ? ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം, ഇതല്ല ഉദ്ദേശം. ഒരു കാര്യം MM മണി മനസ്സിലാക്കണം, നമ്മുടെ ഔദാര്യത്തിലാണ് നിങ്ങൾ ആ പദവിയിലിരിക്കുന്നത്, നിങ്ങളുടെ ഔദാര്യത്തിലല്ല ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഔദാര്യത്തിലല്ല ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എന്ന ബോധ്യം MM മണിയെ പോലെ എല്ലാ നേതാക്കൾക്കും ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഇനി മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. കാലത്ത് വന്ന് തണലിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുക, വൈകുന്നേരം ആകുമ്പോ കൂലി ഞാൻ തന്നോളാം. പാർട്ടിയും പ്രതിപക്ഷവും തള്ളിയതിന് പിന്നാലെ ക്ഷേമ പെൻഷനിലെ അധിക്ഷേപ പരാമർശം തിരുത്തി CPIM നേതാവ് MM മണി. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പെട്ടെന്നുള്ള വികാരത്തിൽ താൻ അങ്ങനെ പറഞ്ഞു പോയതാണെന്നും അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ലെന്നും MM മണി പറഞ്ഞു. സാറേ, ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ശരിയായില്ല എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് തന്നെയാണ് എൻ്റെ നിലപാട്. അതിന് വ്യത്യസ്ത നിലപാടൊന്നുമില്ല. അന്നേരത്തെ ഒരു കാര്യത്തിലങ്ങ് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. ഇയാള് പറഞ്ഞതും കുറച്ച് കൂടുതലാ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട.